അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഇന്ന് അടപ്പിലാണ് എല്ലാം റെഡിയാക്കാൻ പോണേ. ഇന്ന് അടപ്പിലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് ഡിന്നർ വരെ നമ്മളിന്ന് അടപ്പിലാണ് റെഡിയാക്കണത്. പക്ഷേ വിറകൊന്നും ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടില്ല. നമ്മുടെ പ്ലാവൊക്കെ വെട്ടിയപ്പോൾ കിടന്ന് വെച്ച് കുറച്ച് വിറക്, ബാക്കിയൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് കൊടുത്തു വിടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇവിടെ കിടന്ന് വെച്ച് ഞാൻ കുറേശ്ശെ എടുത്തു വെച്ചിട്ടുണ്ടായി. അപ്പം മിഠായി വേണം നന്നായിട്ടോ കണ്ണമ്മ, നന്നായിട്ടുണ്ട്. ഹരീഷേട്ടൻ ഒരു ഏതോ ഒരു സ്ഥലത്തു നിന്ന് ആരോ വന്നപ്പോൾ കൊടുത്തതാണ് കേട്ടോ. പുറത്ത് മിഠായിയാണ്, നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ണമ്മനെ നമ്മുടെ അടപ്പും തറയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. ഇത് നമ്മൾ വിഷുവെ പ്രമാണിച്ച് കുറച്ച് നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു. അപ്പം ഇതിൻ്റെ ടോപ്പിലൊക്കെ കുറച്ച് മോശമായിട്ട് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ വെറുതെ ഞാനൊരു ഉണക്ക തുണി വെച്ച് തുടച്ച് കളയാനുണ്ടായുള്ളൂ. ഇന്ന് ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടതിൽ ഉണ്ട് കേട്ടോ, ഇന്ന് അടപ്പ് ക്ലീൻ ചെയ്യണത്, അടപ്പ് നിറ ക്ലീൻ ചെയ്യണതൊക്കെ. അപ്പം നമ്മൾ ഇന്ന് ഇതിനകത്ത് ഫുള്ള് ഉണ്ടാക്കാൻ പോണത്. നമുക്കിനി ആദ്യം അരി അടപ്പത്തിടാൻ നോക്കാം. അരിക്ക് വെള്ളം വെക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വിറക് എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഈ വിറകൊക്കെ ഞാനിങ്ങനെ വെറുതെ തോന്നുമ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ, അധികമൊന്നുമില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കാത്ത അടപ്പിൻ്റെ മൂടി ഇട്ട് വെക്കാം കേട്ടോ. ഈ അടപ്പ് നമ്മൾ ഉപയോഗിക്കണില്ല. സെൻറ്ററിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം കേട്ടോ. നമുക്ക് കത്തിക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കത്തിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ അടപ്പിൽ തീ പിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡേഞ്ചർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ പിടുത്തില്ല. ഇങ്ങനെ കത്തിക്കും, കുറച്ച് കത്ത് പിടിക്കുമ്പോൾ ഞാനെടുത്ത് അടപ്പിലോട്ട് വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ചെറിയ ചിരട്ടയായതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടി അതിൻ്റെ മീതെ വെച്ച് കൊടുത്തു കേട്ടോ. എന്തായാലും തീ പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം വെക്കുകയാണെങ്കിൽ വേഗം കത്ത് പിടിക്കുമല്ലോ. റിസ്ക് ആണോ എന്നൊന്നും അറിയില്ല. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇതുവരെയും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പക്ഷേ വെച്ചും കൊണ്ട് പോയി കളയരുത്. ഇത് നമ്മൾ ഇതിനകത്ത് തന്നെ ശ്രദ്ധയോടുകൂടി നിൽക്കണം. ഇത് കത്ത് പിടിച്ചു എന്ന് തോന്നുമ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും കൈ കൊള്ളാത്ത രീതിയിൽ ഉള്ള സാധനം പിടിച്ച് നമ്മൾ അടപ്പിലോട്ട് വെക്കുകയാണ് ചെയ്യാറ്. വിറകൊക്കെ ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഈ തേങ്ങ ആടലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വേഗം കത്ത് പിടിച്ചേനായിരുന്നു. അതൊന്ന് നോക്കണം. ഇവിടെ ഞാൻ ചാക്കിൽ വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ അടുത്തൊരു ചേച്ചിക്ക് കൊടുത്തു വിട്ടു കേട്ടോ. അപ്പം നമുക്കിപ്പം തൽക്കാലം ഉള്ള വിറകൊക്കെ വെച്ചിട്ട് ഇതൊരു ടാസ്ക്കാണ്. ഇതെന്തായാലും നമ്മൾ ഈ ടാസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഇന്ന് ഫുള്ള് നമ്മൾ ഡിന്നർ വരെ നമ്മൾ അടപ്പിലാണ് ഉണ്ടാക്കാൻ പോണേ പോയിട്ടോ. അപ്പം ഞാൻ ഈ സംഭവം കൊണ്ട് എടുത്തുകൊണ്ട് പോവാണ്. എടുത്ത് ഇതിനകത്ത് വെച്ചു. ഇനി ഇത് വേഗം കത്ത് പിടിച്ചോളും. നമുക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ അരിക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ തീ കത്തട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇടാം കേട്ടോ. മൂടി വെച്ചോ. അപ്പൊ നമ്മള് ഒന്നും കൂടി ചിരട്ട കത്തിച്ച് വെച്ചു കേട്ടോ. എന്നുവെച്ചാൽ കെട്ടുപോയിരുന്നു. അപ്പൊ നമുക്ക് ഇതൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അടപ്പ് കെട്ടുപോയില്ല. അപ്പൊ നമുക്ക് തേങ്ങ പൊതിച്ച മടലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്ന് പുകഞ്ഞോളും. എന്തായാലും കെട്ടുപോയില്ല തീ. കേട്ടോ, ഇത് ഫുള്ള് അടപ്പത്താണെന്ന് പറഞ്ഞ പോലെ പാല് നമ്മൾ ഇവിടെ തന്നെ വെച്ചു. ചെറുതായിട്ട് ഇരുന്ന് പറ്റട്ടെ. അത് തൈരിന് വേണ്ടിയിട്ടുള്ള പാലാണ്. നമ്മൾ പുട്ട് കണ വെക്കാൻ പോവാം കേട്ടോ. അപ്പം ഇത് ഈ പുട്ട് കണ ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ സംഭവം ഈ അടപ്പിലുണ്ട്. ഇതിവിടെ വെക്കുകയാണ്. ഇത് എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി. ഇത് നമ്മുടെ ഇങ്ങനെ കത്തിക്കണം ഇതാട്ടോ. ഒരു മൂളയുടെ ഇതാണ്. മറ്റത് ഒരു പ്രാവശ്യം അടപ്പിൽ വെച്ചപ്പോൾ അറിയാതെ ഞാനത് എടുത്ത് വെച്ചു, പോയി. അത് ഈ മറ്റേ പൈപ്പായിരുന്നു നമ്മുടെ. ഇതുകൊണ്ടാണോ ഊതാൻ പോകുന്നത്? ഒരു ഇതായിരുന്നേ. ഇതുകൊണ്ടാണോ ഊതാൻ പോകുന്നത്? ഇതിപ്പോ റെഡിയാക്കി എടുത്താ. ഞാനിങ്ങനെ കണ്ടപ്പോ ഇത് കൊണ്ടാണ് ഇപ്പൊ കണ്ടാ. എത്ര ശുദ്ധം അത് ഊതുമ്പോ വീഡിയോ എടുത്തോളൂ കേട്ടോ. അപ്പൊ നമുക്കിത് ഈ അടപ്പം തറയിൽ ഇങ്ങനെ മാറ്റി വെച്ചേക്കാം. അപ്പൊ ഞാനിത് ഇവിടെ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കത്ത് പിടിച്ച വിറകൊക്കെ കൂടി ഇങ്ങോട്ട് വെക്കുകയാണ് ഇങ്ങനെ. ഇവിടെ
സെറ്റായി കത്തിപ്പോകും. ഈ കെട്ട് പോകാതിരിക്കാൻ ഒരു ഇതും കൂടി വെളുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. കൂടി കത്തി പിടിപ്പിക്കാം. എന്താ ഞാൻ ഫേസാ ആ കുഴപ്പമില്ല. കത്തി പിടിച്ചിട്ടില്ല. അങ്ങോട്ട് ഊത്. ഊതി ഊതി ഇന്ന് കഷ്ടപ്പെടുവാവൂ. ഊതമ്മ അങ്ങോട്ട്. എന്തായാലും ഇതിനകത്ത് ഇറങ്ങി. ഇന്നിപ്പോ ഇത് തന്നെ മറ്റേ പാട്ടിടാം. ഊത്. അങ്ങനെ അങ്ങനെ ഊതമ്മേ. ഓക്കെ കത്തി പിടിച്ചു. സക്സസ്. അത് നമുക്ക് കത്തി പിടിപ്പിക്കാം കേട്ടോ. ഗ്യാസിന് പറ്റേ ഗ്യാസിന് പറ്റിയിട്ടൊന്നുമില്ല. ഗ്യാസ് ഞാൻ ഒരു എന്താണ് വെല്ലുവിളി ഏറ്റെടുത്തേക്കാം. നമ്മുടെ ഫാമിലിയിലോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഫുള്ള് നമ്മൾ അടപ്പിലാണ് ഉണ്ടാക്കാൻ പോണത്. രാവിലെ മുതൽ ഡിന്നർ വരെ ഉള്ളത് ഇതിനകത്താണ് റെഡിയാക്കാൻ പോണത്. ഉച്ചയ്ക്കും ഡിന്നർ വരെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താടോ ഒഴിഞ്ഞാൻ പെട്ടെന്ന്. അങ്ങനെ നമ്മുടെ അടപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് കത്തണുണ്ട്. ഇത് കുറച്ച് താമസമുണ്ട് കേട്ടോ. അതൊന്ന് കത്ത് പിടിച്ചായി വരാനായിട്ട്. അപ്പം നമുക്കൊന്ന് ഊതി കൊടുക്കാം. അതും കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് അരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് അരി അടുപ്പിട്ട് നോക്കാം. വെള്ളരി വാങ്ങിച്ചാൽ പിന്നെ നമുക്ക് ചില ചുമന്ന അരി വാങ്ങിക്കുമ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടണം കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം വെള്ളരി ആക്കിയത്. ഞങ്ങൾ രക്തശാലി അരി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ മക്കളൊന്നും മര്യാദക്ക് ചോറ് തിന്നണില്ല. അതുകൊണ്ട് ഇപ്പം ഇടയ്ക്ക് വാങ്ങിച്ച് ഉപയോഗിക്കും. ഇടയ്ക്ക് നമ്മൾ വെള്ളരിയാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. എല്ലാ കുത്തിക്കണോടത്തൊന്ന് വാങ്ങിച്ച് എടുക്കണം എന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. ഞങ്ങൾ കുത്തിക്കണ നമ്മൾ ചുമന്ന അരി വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ അരി അടപ്പിട്ടിട്ടു. ഇനി നമുക്ക് വേറൊരു പണിയും ഉണ്ട് കേട്ടോ. ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതും കഴുകി ഇതിനകത്തോട്ട് ഇടാം. ജയയുടെ അരി ആയതുകൊണ്ട് ചോറ് ഒട്ടും ചീത്തയായിട്ടില്ല കേട്ടോ. ഇന്നലെ ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയതുകൊണ്ട് ചേച്ചിയുടെ അടുത്തുനിന്ന് വാഴപ്പുറത്ത് പോയി ചേച്ചിയുടെ അടുത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നല്ല. അപ്പോൾ അതുകൊണ്ട് ആരും ഭക്ഷണം കഴിച്ചില്ല പിന്നെ. അപ്പോൾ അതുകൊണ്ട് ചോറ് കുറച്ച് ബാക്കി വന്നു. അപ്പം നമുക്കത് കഴുകിയിട്ട് ഇടാം. ഇത്ര ചോറ് ബാക്കിയുണ്ട് കേട്ടോ. കളയാൻ തോന്നണില്ല. നിലത്ത് ഇന്നലത്തെ ചോറ് നോക്കൂല. കൈ കൊണ്ടിട്ടാലേ ചിലപ്പോൾ കയ്യിലോട്ട് വെള്ളം തെളിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടിട്ടാ കയ്യിൽ വെള്ളം തുടങ്ങി. അടപ്പത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായി എനിക്ക്. പിന്നെ ഒരു മൂഡ് പോലെ ഇരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ഇതൊക്കെ തോന്നുള്ളൂ. പാലും അടപ്പത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ പാലും അവിടെ നിന്ന് കാഞ്ഞ് പറ്റിക്കോളും ചെറുതായിട്ട്. നമ്മൾ തൈരിന് വേണ്ടിയിട്ട് കാച്ചുന്നതാണ്. ശരിക്കും ഇതിൻ്റെ ഒരു പുകയും ഒക്കെ നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുന്നത് ഇടയ്ക്ക് നല്ലതാട്ടോ. നെഗറ്റീവൊക്കെ പോകുമെന്ന് പറയണേ.
അതുകൊണ്ട് നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മുടെ വീടിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതൊക്കെ കത്തിച്ച് നമ്മുടെ അകത്തോട്ടൊക്കെ പുകയൊക്കെ വന്നത് നല്ലതാണ്. അച്ഛനാണ് ധ്യാനിക്കുന്നത്. ഓഹോ, എന്നോടൊക്കെ അത്ര വൈരാഗ്യമുണ്ട് അച്ഛന്. അതാണ് എന്താണ് പോക്ക കണ്ടു കഞ്ഞോളൂ. അരി ചോറിട്ടപ്പോഴേ വെള്ളം കൂടെ തിങ്ങി പുറത്തോട്ട് വന്നു. അത് അപ്പൊ നമുക്ക് പുട്ടിന് നനയ്ക്കാം. പുട്ടുപൊടിയുടെ സ്റ്റൈലൊക്കെ മാറിയില്ല, പൊടി മാറി. നമ്മൾ തേങ്ങ തരേണ്ടത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിട്ടാ. അപ്പം പുട്ടുപൊടി തന്നെയാണോ? പിന്നെ അപ്പപ്പൊടിയാണ്. ഞാൻ അപ്പപ്പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കണേ. വെറുതെ അല്ല, പുട്ടുപൊടിയും കുറച്ചു. പുട്ടുപൊടി മറ്റേ പൊൻകതിര് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം അത് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊൻകതിര് ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എനിക്ക് പണിയും എളുപ്പവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം അപ്പപ്പൊടി കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ പുട്ടുണ്ടാക്കുമ്പോൾ ഒരു മണവും ടേസ്റ്റൊക്കെ വന്ന മാതിരി. അപ്പം പിന്നെയും അപ്പപ്പൊടി തന്നെ ആക്കി. പിന്നെ നമുക്ക് നമ്മുടെ ലാഭവും അത് തന്നെയാണ്. അരി പച്ചരി വാങ്ങിച്ച് പൊടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എന്താണ് സ്റ്റീമിഡ് പുട്ടുപൊടിയൊന്നും വേണ്ട. ഈ പഴയ അപ്പപ്പൊടിയൊക്കെ മതി. നമ്മൾ പുട്ട് നനച്ചു ചൂടാൻ പോവാണ്. നമ്മളെല്ലാം ഇന്ന് അടപ്പിലാണ് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഈ ഒരു മൂഡിലാണ് അടപ്പിലുണ്ടാക്കാറ്. ഇങ്ങനെ എല്ലാവർക്കും തോന്നാറുണ്ട്. രസമല്ലേ നമ്മള് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? അപ്പൊ ഇതിലേക്ക് ക്ലീനായിട്ടാണ് അടപ്പിലുള്ള പണിയായതുകൊണ്ട് സ്റ്റാൻഡൊക്കെ ക്ലീനായിട്ട്. ശരി, പോയിട്ട് ഒരു കുട്ടി തൃശ്ശൂർ പോവേ. തൃശ്ശൂർ പോവാ. ഓ, ഇന്ന് തൃശ്ശൂർ പൂരം ഇല്ല. എന്നാടി ഇത്? ആ ചമേ ചോറെടുത്ത് റൈസ് കുക്കറിൽ വെക്കാം. അതിന്റെ അടിയിലൊരു തുണി ഇട്ടിട്ടാണ് വെക്കുന്നത്. ഉരുളക്കിഴങ്ങ് ശരിയാക്കാം. കത്തരി സുസ്ഥികം കടകാവർത്തലൻ ഒഴിച്ചു. ഗരുഡം ഇത്രയും വരെ
കഴിഞ്ഞോ എന്താ കുക്കറിലടിച്ചുണ്ടാക്കില്ലേ? അടപ്പത്തെ ഉണ്ടാക്കണ ഒരു യൂട്യൂബിൽ അങ്ങനെ ഇത് വെച്ചേക്കണം. പോകാൻ സമയം വേഗം എടുത്തിട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. Я вот успею вот это вот. കുറച്ചും കൂടി വേവാവാനുണ്ട്. അമ്മേ താഴത്തെ ചില്ലില്ലാണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഞാൻ കാണിക്കില്ല മോനെ. എന്റെ മോനെ അപ്പൊ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കറി റെഡി, പുട്ട് റെഡി. ഇന്നത്തെ ഉച്ചത്തെ കറി നമുക്ക് സാമ്പാറാണ്. ഇന്ന് നമ്മൾ വെജിറ്റേറിയനാണ്. മിക്കവാറും ശനിയാഴ്ചകളിൽ നമ്മൾ നോയമ്പെടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വെജിറ്റേറിയനാണ് നമ്മുടെ ഫുഡ്. പരിപ്പ് വെള്ളത്തിലിടാം. പരിപ്പൊക്കെ തീർന്നിരിക്കുക. നമ്മളൊന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ സ്ഥിരം വാങ്ങിക്കണ കട തുറന്നിട്ടുണ്ടായില്ല. അപ്പം തൽക്കാലത്തേക്കുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് പോകുന്നതാണ്. സ്ഥിരം വാങ്ങിക്കണ തോട്ടപ്പുറത്തെ കട നല്ല കടയാണ്. വിലയും അത്ര ഇല്ല. നന്നായിട്ട് അവർ നല്ല സാധനങ്ങൾ നോക്കി എടുത്തു തരും. ഷിപ്പിൻ്റെ പരിപ്പാണ് നല്ലത്. ഇത് ഷിപ്പ് പരിപ്പല്ല, ഇത് ചെറിയൊരു തരം പരിപ്പാണ്. അതിന് പേരെന്താണെന്ന് കൂടി അറിയില്ല. പക്ഷേ പരിപ്പിൽ ഏറ്റവും നല്ല ഷിപ്പ് എന്ന് പറയുന്ന പരിപ്പാണ് കേട്ടോ. അതാണ് നല്ല പരിപ്പ്. ആ പരിപ്പ് ഉണ്ടായില്ല, അതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചു പോകുന്നത്. നമ്മൾ സാധനങ്ങൾ കൂടുതൽ ഷിപ്പിൻ്റെ പരിപ്പ് ഒക്കെ 5 കിലോ, കടല 5 കിലോ അങ്ങനെ എടുത്ത് വയ്ക്കുക ചെയ്യാറുണ്ട്. കൂടുതൽ ചിലവാണ് പരിപ്പ്, കടല, പയർ. ചെറുപയർ അത്രയ്ക്ക് അങ്ങോട്ട് ചിലവാവില്ല. എല്ലാം പിന്നെ അടപ്പത്തായതുകൊണ്ട് ഇത് നമ്മൾ അടപ്പത്തിട്ട് പൊങ്കാലക്കെടുത്താണ് മോരുകറി വെക്കാൻ എടുക്കുന്ന പച്ചക്കറി വെക്കാൻ എടുക്കുന്ന കടയാണ്. ഇതിനൊപ്പം നമ്മൾ സാമ്പാറും പരിപ്പ്
ഇത്രയും വെള്ളം നന്നായിട്ട് കുക്കറിൽ വേവണ പോലെ അല്ലല്ലോ, കുറേ നേരം ഉരുളക്കിഴങ്ങ് റെഡിയായി. പരിപ്പ് ആ ഉരുളക്കിഴങ്ങിന് എന്താ മണം? അപ്പം അതേ പുട്ട് ചുട്ട് കഴിഞ്ഞു. അപ്പം നമുക്കിനി തീയൊക്കെ കൂടി ഇങ്ങോട്ട് വെക്കാം. ഇനി ആ അടപ്പിൻ്റെ ആവശ്യം നമുക്കില്ല, ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പാല് പതുക്കെ ആവുള്ളൂ. ആ സെൻറ്ററിലായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ തീയൊക്കെ ഇങ്ങനെ വാരി ഇങ്ങോട്ട് ഇടാക്കാം. കനലൊക്കെ അപ്പം അതേ ഇതിനകത്തുനിന്ന് ഫുള്ള് കനൽ ഇതിനകത്തോട്ട് എടുക്കും കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. വിറക് വച്ച മതി. ചിരട്ടയും വെച്ച് കൊടുത്തേക്കാം. അപ്പം പതുക്കെ കത്തിക്കോളും. നല്ല കനലുള്ളതുകൊണ്ട് നന്നായിട്ട് വേഗം കത്തിക്കോളും. നമ്മൾ ഉപ്പൊന്നും ഇങ്ങോട്ട് കാണിക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പം അടച്ച് വെച്ച് വേവിക്കണുള്ളൂ. ഉപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന ഉപ്പിടാം. ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ് പുട്ടും കൂടി നമ്മൾ ചുട്ട് കഴിഞ്ഞു. ഇന്നത്തെ അടപ്പിലുണ്ടാക്കി പുട്ട് ഫുൾ കംപ്ലീറ്റ്. ഇപ്പൊ പരിപ്പ് കട്ട് ചെയ്ത് തുടങ്ങും കേട്ടോ. പരിപ്പ് അവിടെ നിന്ന് വേവട്ടെ. ഞാനപ്പോൾ അതിപ്പോൾ കുളിച്ചിട്ട് വരാം. രാവിലെ കുളി കഴിഞ്ഞാലാണ് എൻ്റെ പകുതി പണി കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ, ബ്രേക്ക്. ഇല്ല, 3 ചാറിൻ്റെ ഒരു ചാർജേ ഉള്ളൂ. ക്ലാരിറ്റി കൂടി. ക്ലാരിറ്റി കൂടിയാ. മൊബൈലിന് സന്തോഷമായി. എന്തിട്ടാണേ പപ്പടം മറക്കാം. അത് ഫുള്ള് പോയിട്ടില്ല. ഒന്നുമില്ല. അക്കുച്ച പോരാ. രസമല്ലേ പൊട്ടമേ ശബ്ദം കേൾക്കുന്ന അടപ്പിലുണ്ടാക്കണൊക്കെ. ഈ ചൂടത്ത് ഞാനിരുന്ന് ഒരുക്കാണ്. ഇതൊക്കെ ഇങ്ങനെ സ്പീഡ് കൊടുത്ത് നല്ല രസമല്ലേ? ഇല്ലടാ
പിന്നെ അവളെ നോക്കുന്നേ പറഞ്ഞോട്ടോ വരാൻ വേണ്ടി വാരിയില്ലാതെ എപ്പോ വരാൻ പറഞ്ഞേ? വണ്ണം പറഞ്ഞല്ലോ വരാം. പിന്നെ അടുത്ത പ്രാവശ്യം ഒന്ന് വാരിയത് വാരി അമ്മ വണ്ണപ്പം വാരി പോവും. മൊത്തം മറക്കണ്ട. പോയിട്ട് ക്ഷീണം മാറ്റി ഫോമാണ്. കാറ്റ് പോയാ കുടിച്ചു കേട്ടോ. സാമ്പാർ മക്കൾ മഞ്ഞ ചതകത്തിനോ ചന്ദനത്തിനാണോ സാമ്പാറിനാണോ ഇത്? ആ മഞ്ഞപ്പൊടി ഇല്ലേ, മഞ്ഞപ്പൊടി മറ്റേ പാമ്പ് കട്ടൊക്കെ തലേ തൊടില്ലേ. ചെറുയുടെ ലുട്ടാപ്പി ചെറുയുടെ ലുട്ടാപ്പി താളിച്ചത് ഇങ്ങോട്ടിടണ്ടേ? കാട്ടിലെ ജിംബ, കാട്ടിലെ ആദിവാസി. കുറവാണല്ലോ സാമ്പാറാ? ആ ഇനി അടുപ്പത്ത് വെച്ച സാമ്പാർ പറ്റിക്കോട്ടോ. പിന്നെ ഇത്ര കനലുണ്ട്. നമുക്ക് ക്യാബേജ് തോരൻ കൂടി ഉണ്ടാക്കാനുണ്ട്. നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം, കുടിക്കാനുള്ള വെള്ളം. അവസാനം പിറകൊക്കെ ഒരുവിധം കാലിയായിട്ടോ, ചിരട്ട മാത്രമേ ഉള്ളൂ. ക്യാബേജ് നമ്മൾ വെള്ളം ഉറക്കി വെച്ചിട്ട് ക്യാബേജും കൂടി ഒന്ന് മെഴുക്കുവരട്ടി റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അടപ്പിലുള്ള പണി കഴിഞ്ഞു. ഡിന്നർ വരെയുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ചായ, വൈകുന്നേരം ചായയുടെ പരിപാടിയൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഇന്ന് ചായയും വെക്കാം ഇതിനകത്ത്.
ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിയുടെ ചൂടും കൊണ്ട് ഇരുന്ന് ആയിപ്പോകും. നമുക്കിത് ഇറക്കി വെച്ചിട്ട് തിരികെ വെള്ളം തന്നെ എടുത്ത് വെക്കാം. ഇത് ചട്ടി ഇതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് വേണം കേട്ടോ അതെടുക്കാനായിട്ട്. തിരികെ വെള്ളം തന്നെ വെച്ചു. 2 ചിരട്ടയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്ന് അടുപ്പിലുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് വെള്ളം തിളപ്പിച്ച് പയറ് വെള്ളം വരെ തിളപ്പിച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്തിടാം. ഓരോരുത്തർ ചോറ് കൊണ്ടു ഇതൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അത്രയ്ക്ക് ചൂടാണ്. അപ്പം ഞാൻ നോക്കും എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിക്കാൻ കയറാം. നമുക്ക് ക്ലീനിങ് പേരടിച്ചു വാരക്കാനൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിടാം. ഇതിപ്പോൾ ഇവിടെ പാചകം ചെയ്യാതുകൊണ്ട് ഇവിടെ കേടായിട്ടില്ല. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിടാം. ഇവിടെയൊക്കെ തുടച്ചില്ല. രാവിലെ നല്ല ഭംഗിയായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ പാലും ആയിട്ടുണ്ട്. പാല് കാണിച്ചു കൊടുക്കട്ടെ. പാല് കാണിച്ചു കൊടുത്തേ. പാല് നമ്മുടെ തൈരിനുള്ള പാകത്തിന് അത്യാവശ്യം പറ്റിയിരിക്കുകയാണ്. പിന്നെ അത് തൈരാക്കാം. ഇവിടെയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ വിറകും തീർന്നു കേട്ടോ. അവസാനം ചിരട്ടയിലാണ് വെള്ളം തിളപ്പിച്ചെടുത്തത്. അപ്പം അങ്ങനെ നമുക്ക് വൈകുന്നേരം ചായ ഞങ്ങളിവിടെ വെച്ച് അങ്ങനെ ചായ കുടിക്കാറില്ല. ഇനിയിപ്പോൾ നമുക്ക് വിറകില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിനി ഗ്യാസിൽ തന്നെ ചായ വയ്ക്കാം. വൈകുന്നേരം വെക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ പിന്നെ കളി വിരുന്നായി വരുമോ അല്ലെങ്കിൽ അത്യാവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചായ വയ്ക്കാറുള്ളൂ. നമ്മളിവിടെ അടുക്കളയിലെ പണിയില്ല. അപ്പം ഇനി ഫുഡ് എടുക്കാം കഴിക്കാനായിട്ട്. മച്ച് പാത്രത്തിലും നിറഞ്ഞിട്ടുണ്ടാവില്ലേ? പക്ഷെ ആ മച്ച വിറകില്ലേ നമ്മ അന്ന് മരം വെട്ടിയിട്ട് അവിടെ ഇട്ടില്ലേ? ചോറെടുക്കാം. അതും നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കിയതാണ്. പിന്നെന്താ അവിടെ ഒന്നുമില്ല. രസമുണ്ട്. സാമ്പാർ രസമുണ്ട്. രസമാണ്. ഇത് സാമ്പാറാടോ. പരിപ്പൊക്കെ കുക്കറിൽ വേവണ പോലെ ഒന്നും വേവില്ല കേട്ടോ. വേണ്ട, പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. എന്നാൽ വെന്ത് പായസം പോലെ ആവില്ല കുക്കറിലല്ലാത്തതുകൊണ്ട്. അവിടെ ക്യാബേജ് ക്യാബേജിനെ കണ്ടില്ലോ. പക്ഷെ ക്യാബേജ് തീർന്നു. നമുക്ക് ക്യാബേജ് കുറച്ചുള്ളൂ. ഇനി പപ്പടം. ഇത് പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. ചമ്മന്തി. അതവിടെ ചെറിയ അവിടെ അതെടുക്കണില്ലേ? രസം രസം വേണ്ട. ഇത് താനെടുത്തതാണ് മുളക് ചമ്മന്തി. ഇവിടെ മുളക് ചമ്മന്തിയും റെഡി. കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഹോട്ട് ബാഗ് ഉണ്ടോ?
മതിയായി